നിലപാട് പറയേണ്ടടുത്ത് നിലപാട് പറഞ്ഞാൽ വിമർശനങ്ങൾ ഉണ്ടാകാം. നമ്മൾ ചില ആളുകളോട് നമുക്ക് നേർച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റാത്തീബിന് വിളിക്കുമ്പോൾ ചില ആളുകൾ പറയും, എനിക്ക് പറ്റൂല, ഞാൻ റാത്തീബിന് പോകലില്ല, എനിക്ക് അതിനോട് യോജിപ്പില്ല. നിങ്ങളാരാ? ഞാൻ സുന്നിയാണ്. ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലുണ്ട്, മഹല്ല് കമ്മിറ്റികളിലുണ്ട്, പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലുണ്ട്. ചില വിഷയങ്ങൾ വരുമ്പോൾ, ചില വിഷയങ്ങളോട് ചോദിക്കുമ്പോൾ അതിനോട് എനിക്ക് ചെറിയൊരു ഇതാണ്, അതെനിക്ക് യോജിക്കാൻ പറ്റൂല. ആദർശമില്ലാത്ത, ഒരാശയത്തോട് യോജിപ്പില്ലാത്ത ആളുകൾ സ്ഥാനങ്ങളിലുമുണ്ട്. അത്തരം ആളുകൾ ഇതുപോലെ എല്ലാത്തിലും സമസ്ത നിലപാട് പറയുമ്പോൾ ആ നിലപാട് വായിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ വായിച്ചാൽ, അല്ലെങ്കിൽ പത്രത്തിലൂടെ വായിച്ചാൽ അത് ശരിയായിട്ടാണ്. നിങ്ങളാരാ? ഞാൻ സമസ്തക്കാരനാണ്. നിങ്ങളാരാ? ഞാൻ സമസ്തക്കാരനാണ്. പിന്നെയും അവൻ ചില വിഷയങ്ങൾ പറയും, സയ്യിദുൽ ഉലമ പറഞ്ഞ വിഷയത്തെ പറയും, ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് പറയും. എന്നിട്ട് പറയും ഇത് യോജിക്കാൻ പറ്റൂല അല്ലേ? നിങ്ങളാരാ? ഞാൻ സമസ്തയാണ്. നിങ്ങളാരാ? ഞാൻ സമസ്തയാണ്. എല്ലാ ചോദ്യത്തിനും ഞാൻ സമസ്തയാണ്. പക്ഷേ കൃത്യമായ ഒരു ആശയം പറയാൻ കഴിയാതെ, സമസ്ത പറയുന്നിടത്ത് നിൽക്കാൻ കഴിയാതെ, സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിൽ നിൽക്കാൻ കഴിയാതെ, കൃത്യമായിട്ടൊന്നും പറയാൻ കഴിയാതെ എല്ലാത്തിലും കാലുവെക്കുന്ന ആളുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് തോണിയിൽ കാലുവെച്ച് നടക്കുന്ന ആളുകൾ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ സമസ്തക്ക് ശരിക്കും ആവശ്യമില്ല എന്നതാണല്ലോ. അത്തരം ആശയങ്ങളെ ശരിക്കും പഠിപ്പിക്കുക എന്നതും മനസ്സിലാക്കുക എന്നതുമാണ് ശരിക്കും SKSF ജില്ലാ കമ്മിറ്റി ഇവിടെ നടത്തുന്ന ആദർശ സമ്മേളനം കൊണ്ട് ഉദ്ദേശമാക്കുന്നത്. എനിക്ക് ഓർമ്മ വരുന്നത് ഖാജാ നസ്രുദ്ദീന്റെ കഥ പറയുന്ന കൂട്ടത്തിൽ, അദ്ദേഹത്തിന്റെ രസകരമായൊരു കഥ പറയുമ്പോൾ കൂട്ടത്തിൽ ഒരു തർക്കം പരിഹരിക്കാൻ പോയ കഥ പറയാറുണ്ട്. രണ്ടുപേര് തമ്മിൽ പരസ്പരം തർക്കമായപ്പോൾ അവർക്കിടയിൽ മധ്യസ്ഥനായിരുന്ന ഖാജ ആദ്യം ഒരാളുടെ വിഷയം കേട്ടപ്പോൾ ഖാജ അയാളോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. മറുഭാഗത്തിന്റെ ആള് അയാളുടെ വിഷയങ്ങളും കൂടി പറഞ്ഞപ്പോൾ ഖാജ പറഞ്ഞു, നിങ്ങളും പറഞ്ഞത് ശരിയാണ്. ഇത് കേട്ടുനിന്ന കഥ പറയാണ്, ഇത് കേട്ടുനിന്ന ഭാര്യയാണെന്നും ഗുമസ്തനാണെന്നും പറയും. ഭാര്യ ചോദിച്ചു, അല്ല, അവർ പറഞ്ഞതും ശരിയാണ്, ഇവർ പറഞ്ഞതും ശരിയാണ്, പിന്നെ ഏതാ ശരി എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ പറഞ്ഞതും നീ പറഞ്ഞതും ശരിയാണ്. കൃത്യമായ ഒരു വിഷയത്തിൽ ഒത്തുവരാതെ, നിലപാട് പറയാതെ, നമ്മുടെ നാട്ടിലും ഇതുപോലെ ചില ആളുകളുണ്ട്.